بسم الله الرحمن الرحيم. يا نساء النبي من يأت منكن بفاحشة مبينة يضاعف لها العذاب ضعفين وكان ذلك على الله يسيرا. ومن يقنت منكن لله ورسوله وتعمل صالحا نؤتها أجرها مرتين وأعتدنا لها رزقا كريما. يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1445 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 30 മുതൽ 32 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا نساء النبي من يأت منكن بفاحشة مبينة يضاعف لها العذاب ضعفين وكان ذلك على الله يسيرا. ومن يقنت منكن لله ورسوله وتعمل صالحا نؤتها أجرها مرتين وأعتدنا لها رزقا كريما. يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിൽ 30 മുതൽ 32 വരെയുള്ള 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന സൂറത്തുൽ അഹ്സാബിന്റെ 28 മുതലുള്ള ആ ഭാഗമാണ് നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ 28-ാമത്തെ ആയത്ത് മുതൽ 35-ാമത്തെ ആയത്ത് ഉൾപ്പെടെയുള്ള ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെയും അവരുടെ ഗാർഹിക സാഹചര്യങ്ങളെയും പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അടങ്ങിയതാണ്. മുഖ്യമായിട്ടും ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും ഉത്തമമായ മാതൃകയായി മാറേണ്ട കുടുംബങ്ങളായിട്ട് അവരെ ഏറ്റവും ഉന്നതമായ രീതിയിൽ സംസ്കരിച്ചു കൊണ്ടുവരിക എന്ന ഒരു താല്പര്യത്തോടു കൂടിയാണ് ഈ നിർദ്ദേശങ്ങൾ നൽകപ്പെടുന്നതും ഈ സംസ്കരണപരമായ ഇടപെടലുകൾ നടത്തുന്നതും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അഹ്സാബ് യുദ്ധത്തിന്റെയും ബനൂ ഖുറൈള ഗോത്രത്തിനെതിരെ ഉണ്ടായ നടപടിയുടെയും ഒക്കെ തുടർന്നായി അതിനെ തുടർന്നുള്ള സന്ദർഭത്തിൽ അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യവിശ്വാസികളുടെയും ഒക്കെ വ്യക്തി ജീവിതവും ഗാർഹിക കുടുംബ ജീവിതവും ഒക്കെ തന്നെ ഏറ്റവും ധർമ്മ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും
മൂല്യവത്തായ രീതിയിലുള്ളതാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ നിർദ്ദേശങ്ങൾ നൽകപ്പെടുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ തുടക്കത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ അദ്ദേഹത്തോട് ജീവിതാവശ്യങ്ങൾക്കുള്ള ധനം നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ചുറ്റും വന്നുകൂടിയ ആ ഒരു സന്ദർഭം, അതിനെ പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ കാണുകയുണ്ടായി. ഭൗതിക ജീവിതത്തിലെ സുഖാഡംബരങ്ങളും സൗകര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ ഏറ്റവും ഉദാരമായ വിധത്തിലുള്ള ജീവിത വിഭവങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങളെ തിരിച്ചയച്ചേക്കാം എന്നാണ് അവരോട് പറയാൻ വേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുകയുണ്ടായത്. അവരാരും പരിധി വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയത് കൊണ്ടല്ല, പക്ഷെ അവര് ഇസ്ലാമിക സമൂഹത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള കുടുംബങ്ങളുടെ സാംസ്കാരികമായ അടിത്തറ രൂപപ്പെടുത്തേണ്ട ആളുകൾ എന്ന നിലക്ക് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള മാതൃക കാണിക്കേണ്ട ആളുകളാണ് എന്ന കാര്യം കൂടി പഠിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഈ കാര്യങ്ങൾ പ്രത്യേകം പ്രതിപാദിക്കുവാനും പരാമർശിക്കുവാനുമൊക്കെ അള്ളാഹു ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർക്ക് അങ്ങനെ ചില നിർദ്ദേശങ്ങൾ നൽകപ്പെടുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും പാരത്രിക ജീവിതത്തിന്റെ വിജയത്തെയുമാണ് അവർ ലക്ഷ്യമിടുന്നതെങ്കിൽ അവര് സഹനം അവലംബിച്ചുകൊണ്ട് ഏറ്റവും സാധ്യമാവുന്ന നന്മകൾ ചെയ്തുകൊണ്ട് നിലകൊള്ളണം എന്നതാണ് അവിടെ നൽകപ്പെട്ട നിർദ്ദേശം. അതിനെ തുടർന്ന് അവരുടെ ഗാർഹികമായ സാഹചര്യങ്ങളെ ഏറ്റവും ഉത്തമമായ അടിത്തറയിൽ, ഏറ്റവും ഉത്തമമായ ധാർമ്മികതയുടെ മാതൃകയാക്കി ഒക്കെ മാറ്റുന്ന വിധത്തിലുള്ള ചില നിർദ്ദേശങ്ങളാണ് തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളുടെ സാരം ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിനെ തുടർന്ന് അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം. യാ നിസാ അൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ആയത്തിന്റെ തുടക്കം. ഇതിന്റെ മുകളില് യാ അയ്യുഹൻ നബി എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്ത് നമ്മൾ കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തു. അതിനുശേഷം ഇവിടെ പ്രവാചക പത്നിമാരെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ആയത്തുകളുടെ അവതരണം. ഇതിനു മുമ്പ് സൂറത്തുൽ അഹ്സാബിൽ പരാമർശിക്കപ്പെട്ട മുഖ്യ വിഷയമായ അഹ്സാബ് യുദ്ധവും ആ യുദ്ധത്തിലുണ്ടായ വിഷയങ്ങളുമായി അതിനെ ഒക്കെ പരാമർശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തതും തുടർന്ന് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഇടപെടലുകളാണ്. അതിലാദ്യം പ്രവാചക പത്നിമാരോട് എന്താണ് പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം നൽകപ്പെട്ടതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ആയത്തിൽ കാണുകയുണ്ടായത്. തുടർന്ന് നേരിട്ട് പ്രവാചക പത്നിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ചില കാര്യങ്ങൾ പറയുകയാണ്. യാ നിസാ അൻ നബി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. പ്രവാചകന്റെ പത്നിമാരെ എന്ന് പറഞ്ഞുകൊണ്ട് മൻ യഅതി മിൻകുന്ന ബിഫാഹിശത്തിൻ മുബയ്യിന, നിങ്ങളിൽ ആരെങ്കിലും വല്ല മ്ലേച്ഛവൃത്തിയും ചെയ്യുകയാണെങ്കിൽ, വല്ല ഫാഹിഷത്തും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അത് തെളിഞ്ഞ വിധത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ വല്ല മ്ലേച്ഛവൃത്തിയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ യുളാഫു ലഹൽ അദാബ്, അവർക്ക് ആ സ്ത്രീക്ക്
ഇരട്ടി ശിക്ഷയായിരിക്കും നൽകപ്പെടുക എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പത്നിമാർ സമൂഹത്തിൽ ഏറ്റവും ഉത്തമകളായ മാതൃകകൾ ആവേണ്ടവരാണ്. അവരിൽ നിന്ന് ഇത്തരം മ്ലേച്ഛവൃത്തികൾ ഉണ്ടാവുക എന്നത് ഒരിക്കലും പാടില്ലാത്ത സംഗതിയാണ്. കാരണം അവരാണ് സമൂഹത്തിന് ഏറ്റവും വലിയ മാതൃകയാവേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തില് ചില കർമ്മശാസ്ത്രപരമായ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. സാധാരണ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള വല്ല തിന്മയും ഉണ്ടാവുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന ദൈവികമായ നടപടി പോലെ അല്ല ഇവരുടെ കാര്യത്തിൽ ഉണ്ടാവുക. ഇവർക്ക് ഇരട്ടി ശിക്ഷയാണ് അള്ളാഹു നൽകുക എന്ന കാര്യമാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. കാരണം അവരെയാണ് സമൂഹം നിരീക്ഷിക്കുക. അവരെ നോക്കിക്കൊണ്ടാണ് പല തലമുറകളും അള്ളാഹുവിന്റെ ദീൻ പ്രയോഗത്തിൽ എങ്ങനെയാണ് എന്നത് പഠിക്കുകയും ചെയ്യുക. അതുകൊണ്ട് അവരേറ്റവും നല്ല മാതൃകകളാകാൻ വേണ്ട വലിയ പരിശ്രമം നടത്തുന്നവരായിരിക്കണം. അവരുടെ ഭാഗത്തുനിന്ന് ഇത്തരം വീഴ്ചകൾ സംഭവിച്ചുകൂടാ എന്നതാണ് അതിന്റെ താല്പര്യം. യാ നിസാ നബി, പ്രവാചക പത്നിമാരെ, മയ്യഅതി മിൻകുന്ന ബിഫാഹിശത്തിൻ മുബയ്യിന, നിങ്ങളിൽ വല്ല മ്ലേച്ഛവൃത്തിയും മ്ലേച്ഛവൃത്തിയിലും ഏർപ്പെടുന്നുവെങ്കിൽ യുലാഫു ലഹൽ അദാബ്, ശിക്ഷ ഇരട്ടിപ്പിച്ചാണ് അവർക്ക് നൽകപ്പെടുക എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അത് ഒരു ഊന്നലോടുകൂടി പറയുന്ന ലഫൈൻ, 2 മടങ്ങാണ് ശിക്ഷ നൽകപ്പെടുക. സാധാരണ ഒരാൾക്കുള്ള ശിക്ഷയുടെ ഇരട്ടിയാണ് അവർ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ശിക്ഷ. അപ്പൊ ഇവിടെ ആളുകളുടെ മനസ്സിൽ പല ആശങ്കകളും രൂപപ്പെട്ടു എന്ന് വരും. എങ്ങനെയാണ് ഇപ്പൊ ഇരട്ടി ശിക്ഷ നൽകപ്പെടുക എന്നതൊക്കെ. ആ ആശങ്കകളെ ദൂരീകരിച്ചുകൊണ്ട് അള്ളാഹു ഇവിടെ പറയുന്നത് വകാന ദാലിക അലല്ലാഹി യസീറ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നടപടി വളരെ എളുപ്പമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും ആലോചിച്ച് പ്രയാസപ്പെടുകയൊന്നും വേണ്ട. അള്ളാഹുവിന്റെ ദൂതന്റെ പത്നിമാരാരെങ്കിലും മ്ലേച്ഛവൃത്തി ചെയ്യുന്നുവെങ്കിൽ അങ്ങനെ വല്ല വിഷയവും അവരുടെ കാര്യത്തിൽ തെളിയുന്ന പക്ഷം തീർച്ചയായിട്ടും അവര് വലിയ ശിക്ഷയാണ് ഏറ്റുവാങ്ങേണ്ടി വരിക. അള്ളാഹു പറയുന്നത് ഇരട്ടി ശിക്ഷ അവർക്ക് നൽകപ്പെടുമെന്ന്, അതും ഒരു ഊന്നലോടുകൂടി ലഫൈൻ, 2 മടങ്ങ് എന്ന ഊന്നലോടുകൂടിയാണ് അത് പറയുന്നത്. അപ്പൊ ഈ ശിക്ഷയുടെ ഇരട്ടിപ്പിക്കൽ എങ്ങനെയായിരിക്കും എന്നതൊന്നും നമ്മളെ ആശങ്കപ്പെടുത്തേണ്ടതില്ല. കാരണം അത് അള്ളാഹു നടപ്പിലാക്കുന്ന ശിക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നടപ്പിലാക്കാൻ പറയുന്നതോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നടപ്പിലാക്കപ്പെടേണ്ട ശിക്ഷ എന്നുള്ള നിലക്കൊന്നുമല്ല. ഇവരുടെ കാര്യത്തില് അവർക്ക് വലിയ ഉത്തരവാദിത്വമുള്ള ഒരു പദവിയിലാണ് അള്ളാഹു അവരെ വെച്ചിരിക്കുന്നത്. ആ പദവിക്ക് തന്നെ കളങ്കം വരുന്ന വിധത്തില് സമൂഹത്തിന് മാതൃകയാവാത്ത അല്ലെങ്കിൽ തെറ്റായ മാതൃകയാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അവരതിന് ഇരട്ടി വില കൊടുക്കേണ്ടി വരും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോ ഏത് പാപകൃത്യത്തിനുമുള്ള ശിക്ഷ പാരത്രിക ലോകത്താണ് മുഖ്യമായിട്ടുള്ളത്. മരണശേഷം നൽകപ്പെടുന്നതാണ് യഥാർത്ഥ ശിക്ഷ. അതിന്റെ ഒരു ടോക്കണായ ഒരു ശിക്ഷ മാത്രമേ ഭൗതിക ലോകത്ത് സംഭവിക്കുന്നുള്ളൂ. നേരത്തെ ബനു ഖുറൈള ഗോത്രത്തിന്റെ കാര്യത്തിൽ അള്ളാഹു ഒരു നടപടി നിർദ്ദേശിക്കുകയുണ്ടായതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും നടപ്പിലാക്കുകയും ചെയ്ത കാര്യം നമ്മൾ പരാമർശിക്കുകയുണ്ടായി. ആ ഭൗതിക ലോകത്ത് നടപ്പിലാക്കപ്പെട്ട ശിക്ഷയിൽ പരിമിതമല്ല യഥാർത്ഥത്തിൽ അവരേറ്റുവാങ്ങേണ്ടി വരുന്ന ശിക്ഷ. ഇത് ഒരു ടോക്കൺ ആയിട്ടുള്ള ഒരു ശിക്ഷ മാത്രമാണ് പാരത്രിക ലോകത്ത്
അവര് അതികഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നത് തന്നെയാണ് അതിന്റെ സൂചന. ഇവിടെ പ്രവാചക പത്നിമാര് എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് സ്വഭാവപരമായ ദൂഷ്യം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വേണ്ടായികകൾ സംഭവിക്കുക എന്നതൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഇത് സൂറത്തു നൂറിലും സൂറത്തുൽ അഹ്സാബിലും ഒക്കെ ആയിട്ട് ഇസ്ലാമിക സമൂഹത്തെ അതിന്റെ ഏറ്റവും മഹത്തരമായ ധാർമ്മിക അടിത്തറ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അത് പ്രവാചക കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്നാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണല്ലോ. സ്വന്തം നമ്മൾ ഒരു ധാർമ്മികത പഠിപ്പിക്കുമ്പോൾ അത് ആദ്യം പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ കുടുംബത്തിലാണ് അത് തുടർന്ന് പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടത്. നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള ആളുകളിലാണ് ആ സംഗതി അതിനെ തുടർന്ന് നടപ്പാക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു മാതൃക തീർത്തുകൊണ്ടാണ് അത് സമൂഹത്തിനുള്ള ഒരു നിർദ്ദേശവും ധാർമ്മികതയും ഒക്കെ ആയിട്ട് പഠിപ്പിക്കപ്പെടുക. അപ്പോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാർമ്മിക സദാചാര വ്യവസ്ഥകൾ ആദ്യമായിട്ട് അത് നടപ്പിലാക്കുന്നത് അള്ളാഹുവിന്റെ ദൂതൻ തന്നെയാണ്. തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിലാണ്. പത്നിമാരും പുത്രിമാരും ഒക്കെ അടങ്ങിയിട്ടുള്ള ആ കുടുംബത്തിലാണ് ഈ ധാർമ്മികത അള്ളാഹു ആദ്യമായി പഠിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നൽകപ്പെടുന്ന ചില നിർദ്ദേശങ്ങളാണ്. ഒരു അവസരം അള്ളാഹു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറച്ചുകൂടി വ്യാപ്തിയിൽ കാര്യങ്ങൾ പറയുകയും പ്രവാചക പത്നിമാര് നിലകൊള്ളുന്ന പദവി എത്ര മഹത്തരമായതും ഉത്തരവാദിത്വപൂർണമായി നിർവഹിക്കപ്പെടേണ്ടതുമായതാണ് എന്നത് വ്യക്തമാക്കുകയാണ് ഇവിടെ. നേരത്തെ നഫക്കത്ത് ചെയ്യണം, ഞങ്ങൾക്കതിന് ഞങ്ങളുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തികമായ സാധ്യതകൾ തുറന്നു തരണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും കൂടിയ പത്നിമാരുടെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനിയായി ഇരിക്കേണ്ടി വന്ന ഒരു സാഹചര്യവും അതിനെ തുടർന്ന് ദൈവികമായ ഇടപെടൽ ഉണ്ടായതും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആ ഒരു സന്ദർഭത്തിൽ അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരും കുടുംബവും ഒക്കെ പാലിക്കേണ്ട ഗാർഹികവും ധാർമ്മികവും സദാചാരപരവും ഒക്കെ ആയിട്ടുള്ള മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് സൂചിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അഭിസംബോധന എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചക പത്നിമാരെ നേരിട്ട് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, മയ്യഅതി മിൻകുന്ന ബിഫാഹിശത്തിൻ. അവരോട് പറയാൻ വേണ്ടി പോലും അല്ല. നേരത്തെ തൊട്ട് മുകളില് പ്രവാചക പത്നിമാരോട് പറയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ അവരെ അള്ളാഹു നേരിട്ട് വിളിച്ചുകൊണ്ടാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. യാ നിസാ നബി മയ്യഅതി മിൻകുന്ന ബിഫാഹിശത്തിൻ മുബയ്യിന. നിങ്ങളിൽ ആരെങ്കിലും വ്യക്തമായ മ്ലേച്ഛവൃത്തി ചെയ്യുന്നുവെങ്കിൽ, അങ്ങനെ വല്ല സംഗതിയിലും ഏർപ്പെടുന്നുവെങ്കിൽ, യുളാഫു ലഹൽ അദാബ്, അവൾക്ക് ഇരട്ടി ശിക്ഷ, ളിഅഫൈൻ, 2 മടങ്ങ് ശിക്ഷ നൽകപ്പെടുന്നതാണ് എന്നതാണ് ഇവിടെ അള്ളാഹു നേരിട്ടുള്ള അഭിസംബോധനയിൽ തന്നെ അവരോട് പറയുന്നത്. അവരോരോരുത്തരും തന്നെ അവരുടെ സ്ഥാനത്തിന്റെ മഹത്വവും അവരുടെ ചുമലുകളിലുള്ള ഉത്തരവാദിത്വത്തിന്റെ വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിലകൊള്ളാൻ എന്നൊരു കാര്യമാണ് ഇവിടെ അവരെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പ്രവാചക പത്നിമാരെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും സംശയമോ സന്ദേഹമോ ആശങ്കയോ ഉണ്ടാകേണ്ട വിധത്തിലുള്ള ഒരു പരാമർശമല്ല. പ്രവാചക പത്നിമാരെ അള്ളാഹു ഈ കാര്യം പഠിപ്പിക്കുന്നതിലൂടെ വിശ്വാസി സമൂഹത്തെ മുഴുവനായിട്ടുമാണ് ആ കാര്യം പഠിപ്പിക്കുന്നത് എന്നുകൂടി നമ്മൾ അതിനോട് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ അത്തരം അനാവശ്യമായിട്ടുള്ള തോന്നലുകളും സംശയങ്ങളും ഒക്കെ പൂർണ്ണമായിട്ട് ദൂരീകരിക്കപ്പെടും. പ്രവാചക പത്നിമാര് ഏതെങ്കിലും നിലക്കുള്ള സ്വഭാവ ദൂഷ്യം കാണിച്ചത് കൊണ്ടല്ല
മറിച്ച് അങ്ങനെ ഉണ്ടായിക്കൂടാ. നിങ്ങൾ ഏറ്റവും ഉത്തമകളായ മാതൃകകൾ ആവേണ്ടവരാണ് എന്നത് അവരെ ബോധ്യപ്പെടുത്തുകയും ഉണർത്തുകയും ചെയ്യുകയാണ് ഇവിടെ എന്ന് കാണാൻ കഴിയും. വക്കാന ദാലിക അലല്ലാഹി യസീറ. അപ്പൊ ഇരട്ടി ശിക്ഷ നൽകുന്നത് ചില കാര്യങ്ങളിലൊക്കെ പ്രയോഗത്തിൽ എങ്ങനെയായിരിക്കും എന്ന വലിയ ആശങ്കയൊക്കെ പലർക്കും ഉണ്ടാവും. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്ന. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ഒരു ഫാഹിഷ്യത്തിന്റെ കാരണത്താൽ, ഫാഹിഷ്യത്തിനെ ഞാൻ നേരത്തെ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ലൈംഗികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിന്മകളാണ് പൊതുവെ ഫാഹിഷ്യത്ത് എന്ന വിധത്തിൽ പരാമർശിക്കപ്പെടാറുള്ളത്. അങ്ങനെ വല്ലതും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്ക് ഇരട്ടി ശിക്ഷ നൽകപ്പെടും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു പ്രയാസവുമുള്ള കാര്യമല്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഭൗതിക ലോകത്ത് തന്നെ സാധാരണ ആരുടെ കാര്യത്തിലും നടപ്പാക്കപ്പെടുന്ന ശിക്ഷ അവർക്ക് ഇരട്ടി വേദനയുള്ളതാക്കി മാറ്റാൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല. പാരത്രിക ലോകത്ത് അവർക്ക് നൽകപ്പെടുന്ന ശിക്ഷ കടുത്തതാക്കാൻ അതും യാതൊരു പ്രയാസവുമുള്ള കാര്യമല്ല. അതിനെക്കുറിച്ച് ആരും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല എന്നതാണ് ഇവിടെ പറയുന്നതിന്റെ സൂചന. വമൻ യഖ്നുതു മിൻകുന്ന ലില്ലാഹി വറസൂലിഹി. തുടർന്ന് പറയുന്നത്, നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നു, അക്ഷരം പ്രതി അവരോട് വിധേയത്വം കാണിച്ചുകൊണ്ട് അവരെ അനുസരിക്കുന്നുവെങ്കിൽ, വതഅമൽ സ്വാലിഹ, എന്നിട്ട് സുഹൃതം ചെയ്യുന്നതിൽ വ്യാപൃതയാവുകയും ചെയ്യുന്നു എന്ന് വെക്കുക. പ്രവാചക പത്നിമാരില് ഒരാൾ അള്ളാഹുവിനെ അനുസരിക്കാൻ, അവന്റെ ദൂതനെ അനുസരിക്കാൻ അവർക്ക് വിധേയപ്പെട്ടുകൊണ്ട് നിലകൊള്ളാൻ സന്നദ്ധയാകുന്നു, അതുപോലെ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതയാവുകയും ചെയ്യുന്നുവെങ്കിൽ നുഅ്തിഹ അജ്റഹ മർറതൈൻ, അവൾക്ക് നാം ഇരട്ടി പ്രതിഫലം നൽകുന്നതുമാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഒരു ഫാഹിഷ്യത്ത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇരട്ടി ശിക്ഷ നൽകപ്പെടും എന്ന് പറഞ്ഞതിനെ തുടർന്ന് പറയുന്നത്, അവർ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ വ്യാപൃതരാവുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കാൻ പോകുന്നത് ഇരട്ടി പ്രതിഫലമാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. കരീമ, അങ്ങനെ ഒരാൾക്ക് വളരെ ഉദാരമായ വിഭവങ്ങൾ നാം ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. പ്രവാചക പത്നിമാരുടെ കൂട്ടത്തില് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും അവന്റെ ദൂതനെ അനുസരിക്കുന്നതിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലും ആവേശം കാണിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരാൾ, എല്ലാവരും അങ്ങനെ തന്നെയാണ്, ആ ഭാഷാ ശൈലിയിൽ അങ്ങനെ ഒരാൾ എന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോ അങ്ങനെ അതിന് മുതിരുന്ന ഇവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നാം അത്യുദാരമായ വിഭവങ്ങൾ നൽകുന്നതാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അവർക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്, അവർക്ക് ഏറ്റവും ഉദാരമായ വിധത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു, നാം അത് ഒരുക്കിയിരിക്കുന്നു. തുടർന്ന് പറയുകയാണ്, യാ നിസാ നബി. ഇത് നമ്മളിപ്പോ വായിച്ച് വ്യക്തമാക്കി ഈ ആയത്ത് യഥാർത്ഥത്തിൽ ദൈവിക നീതിയുടെ ഒരു വശം കൂടി, ഒരു തലം കൂടി വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ്. പ്രവാചക പത്നിമാരായതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ നൽകുക എന്നത് ചിലപ്പോൾ അനീതിയായിട്ട് ആർക്കെങ്കിലും തോന്നിയെന്ന് വരാം. അപ്പോൾ അള്ളാഹു വ്യക്തമാക്കുന്ന ഒരു കാര്യം, അവർക്ക് ഇരട്ടി ശിക്ഷ ഉണ്ടെന്ന് മാത്രമല്ല, അവര് സുഹൃതം ചെയ്യുന്നവരായി നിലകൊള്ളുന്നുവെങ്കിൽ അവർക്ക് ഇരട്ടി പ്രതിഫലവും ഉണ്ട്. ഉത്തമമായിട്ടുള്ള വിഭവങ്ങൾ അവർക്കായിട്ട് ഒരുക്കി വെക്കപ്പെട്ടിട്ടും ഉണ്ട് എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. അള്ളാഹുവിന്റെ നീതിബോധം ഈ വിധത്തിലാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. സാധാരണ ഒരു വ്യക്തിയെ പോലെയുള്ള ഒരു നടപടിയല്ല അവരുടെ കാര്യത്തിൽ ഉണ്ടാവുക. കാരണം അവരുടെ മേൽ അവരെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തതാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരിൽ ഓരോരുത്തരെയും വിവാഹം ചെയ്തിട്ടുള്ളത്. അവരെ
ഒരു പ്രത്യേക ദൗത്യം ചുമതലാബോധത്തോടു കൂടി നിർവഹിക്കുന്നതിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തതും ആ ഒരു അവസരം നൽകിയിട്ടുള്ളതുമാണ്. ആ ബോധം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അവരിൽ ആരെങ്കിലും ഫാഹിഷത്ത് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇരട്ടി ശിക്ഷയുണ്ട്. അത് 2 മടങ്ങായിട്ടുള്ള ശിക്ഷയാണ്. അത് കടുപ്പമേറിയതാണ്. അള്ളാഹുവിന് അതൊരിക്കലും പ്രയാസമുള്ള കാര്യവുമല്ല. ഇനി അവര് നന്മയുടെ മാതൃകകളായിട്ടാണ് നിലകൊള്ളുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇരട്ടി പ്രതിഫലവും ഉണ്ടാകും. ഏറ്റവും ഉത്തമമായ വിഭവങ്ങൾ അവർക്കായിട്ട് ഒരുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. യാ നിസാ നബി, തുടർന്ന് പറയുകയാണ്, പ്രവാചക പത്നിമാരെ എന്ന് വീണ്ടും വിളിച്ചുകൊണ്ട് പറയുകയാണ്, ലസ്തുന്നക അഹദിൻ മിനൻ നിസാ, നിങ്ങളെ മറ്റൊരു സ്ത്രീകളെയും പോലെയല്ല, നിങ്ങൾ വേറെ ഏത് ഒരു സ്ത്രീയുടെയും പോലെയല്ല, നിങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു പദവിയിലും ഒരു ഉത്തരവാദിത്വത്തിലുമാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയാണ് എന്ന് സങ്കല്പിക്കരുത്. അള്ളാഹുവിന്റെ ദൂതൻ എന്ന് പറയുന്നത് അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തൊരു വ്യക്തിയാണ്. ഒരാൾക്ക് നന്മയിൽ ഒരുപാട് മുന്നേറിയതുകൊണ്ട് പ്രവാചക പദവിയിലേക്ക് എത്താൻ സാധിക്കില്ല. അതൊരിക്കലും തന്നെ ഒരാൾക്ക് സാധിക്കില്ല. മറിച്ച് അത് അള്ളാഹു ചിലരെ തെരഞ്ഞെടുക്കുകയാണ്. അതേപോലെ നിങ്ങളെ അള്ളാഹു പ്രത്യേകമായ ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തതാണ്. നിങ്ങൾ വേറെ സ്ത്രീകളെയൊന്നും പോലെയല്ല. ലസ്തുന്നക അഹദിൻ മിനൻ നിസാ, നിങ്ങൾ വേറെ സ്ത്രീകളെ ഒന്നും പോലെയല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വ ബോധം അത്രയും ഉയർന്ന നിലവാരത്തിലുള്ളതാവണം എന്നതാണ് സൂചന. ഇനി തഖൈതുന്ന, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന നിലപാടുള്ളവരെങ്കിൽ, നിങ്ങൾ തഖ്വ ഉള്ളവരെങ്കിൽ, ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങൾ സംസാരത്തില് കൊഞ്ചിക്കുഴയുന്ന സ്വഭാവം പ്രകടിപ്പിക്കരുത്. ആളുകൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ, പൊതുജനങ്ങൾക്കിടയിലൊക്കെ നിങ്ങൾ സംസാരിക്കാൻ അവസരം ഉണ്ടാകുമ്പോൾ നിങ്ങളിലേക്ക് ഒരു പുരുഷനെ ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒരു സംസാര രീതി നിങ്ങൾ സ്വീകരിക്കരുത്. ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, സ്ത്രീകൾക്ക് അറിയാം അതിന്റെ വ്യത്യാസം. ആളുകളെ വരച്ച വരയിൽ അകറ്റി നിർത്തുന്നതിനും അവരുടെ മനസ്സിൽ ഒരു ഇളക്കമുണ്ടാക്കി അവരെ അടുപ്പിക്കുന്നതിനൊക്കെ വ്യത്യസ്തമായ സംസാര ശൈലിയാണ് സ്ത്രീകൾ സ്വീകരിക്കാറുള്ളത്. അതെല്ലാവർക്കും അറിയാം. അപ്പൊ അള്ളാഹുവിടെ പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും അന്യപുരുഷന്മാരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലുള്ള കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ടുള്ള സംസാരം പുറത്തുള്ള ആളുകളോട് നടത്തരുത്. ലസ്തുന്നക അഹദിൻ മിനൻ നിസാ, നിങ്ങൾ വേറെ സ്ത്രീകളെ ഒന്നും പോലെയല്ല. ഇനി തഖൈതുന്ന, നിങ്ങൾ മുത്തഖികളാണെങ്കിൽ, നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന നിലപാടുള്ളവരാണെങ്കിൽ, ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, സംസാരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു വളരെ സ്വഭാവപരമായ, നിങ്ങളെ എളുപ്പത്തിൽ വശീകരിക്കാൻ കഴിയുമെന്ന തോന്നലുണ്ടാക്കുന്ന വിധത്തില് കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് നിങ്ങൾ സംസാരിക്കരുത്. ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ രോഗബാധയുള്ള ആളുകൾ നിങ്ങളെ കൊതിക്കാൻ കാരണമായി എന്ന് വരും. അത് അവരുടെ മനസ്സിൽ അസാൻമാർഗികമായ ചില ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ അവരുടെ സാന്നിധ്യത്തില്, അന്യരായ ആളുകളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്. അപ്പോ ഹൃദയത്തില് വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്ത തരം ആളുകളും സമൂഹത്തിൽ ഉണ്ടാവുമല്ലോ. ഹൃദയത്തിന് ഇത്തരം അധാർമികതയുടെ രോഗബാധ പിടികൂടിയിട്ടുള്ള തരം ആളുകൾ ഉണ്ടാവും. അത്തരം ആളുകളുടെ മനസ്സിൽ എന്തെങ്കിലും ദുർവിചാരങ്ങള് ഉണ്ടാവാൻ ഇടയാകുന്ന വിധത്തിൽ കൊഞ്ചിക്കുഴഞ്ഞ് നിങ്ങൾ സംസാരിക്കരുത്. വഖുൽന ഖൗലൻ മഅറൂഫ, ഏറ്റവും ഉത്തമമായ വിധത്തിലുള്ള സംസാരമാണ് നിങ്ങൾ നടത്തേണ്ടത്. പ്രവാചക പത്നിമാരോട്, അന്യപുരുഷന്മാരോട് ആരോടും സംസാരിക്കരുത് എന്നല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരോട് അവരുടെ മനസ്സിൽ ആഗ്രഹം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള കൊഞ്ചിക്കുഴഞ്ഞ വർത്താനം നടത്തരുത്.
വളരെ മാന്യമായ ഏറ്റവും ഉത്തമമായ വിധത്തിലുള്ള മഅറൂഫായ സംസാരമേ നിങ്ങൾ നടത്താൻ പാടുള്ളൂ. മഅറൂഫ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് എന്നാണ്. ധാർമ്മികതയുടെ അടിത്തറയിലുള്ളത്, സമൂഹം അംഗീകരിക്കുന്നത്, നന്മയുടെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നത് എന്നൊക്കെ വിധത്തിൽ മനസ്സിലാക്കാവുന്നതാണത്. മഅറൂഫ് എന്നതിന് പ്രയോഗത്തിൽ നന്മ എന്നർത്ഥമുണ്ട്, ഏറ്റവും ഉത്തമമായ എന്നൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പോ ഇവരോട് പറഞ്ഞിരിക്കുന്ന വഖുൽന ഖൗലൻ മഅറൂഫ, മഅറൂഫായ സംസാരം നടത്തുക. സംസാരത്തിന്റെ ശൈലിയിലും ഉള്ളടക്കത്തിലും നിങ്ങളത് മഅറൂഫായ സംസാരമാണ് എന്നത് ഉറപ്പുവരുത്തണം. ആ വിധത്തിലേ നിങ്ങൾ സംസാരിച്ചുള്ളൂ. അപ്പോ പ്രവാചക പത്നിമാർക്ക് അന്യപുരുഷന്മാരോട്, സമൂഹത്തിലെ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ സംസാരിക്കാം. പക്ഷെ അത് വ്യക്തിത്വം കളഞ്ഞു കുളിക്കുന്ന വിധത്തിലുള്ള, കൊഞ്ചിക്കുഴയുന്ന, ഹൃദയത്തില് രോഗസ്പർശമുള്ള തരം ആളുകളുടെ മനസ്സില് വേണ്ടാത്ത പല വിചാരങ്ങളും ഉണ്ടാക്കാൻ കാരണമാകുന്ന വിധത്തിലുള്ള ആകാൻ പാടില്ല. മറിച്ച് ഗൗരവമുള്ള, അതുപോലെ ധാർമ്മിക ബോധം വെളിപ്പെടുത്തുന്ന, നന്മയിൽ അധിഷ്ഠിതമായ വിധത്തിലുള്ള സംസാരം മാത്രമേ നടത്തിക്കൂടൂ എന്നാണ് അള്ളാഹു പ്രവാചക പത്നിമാരോട് ഇവിടെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് വ്യക്തമാക്കുന്നത്. 3 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. 30 മുതൽ 32 വരെയുള്ള ആയത്തുകൾ. ഇതിൽ വളരെ സുപ്രധാനമായ ചില ഇടപെടലുകളാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തിൽ അവരുടെ പത്നിമാരുടെയൊക്കെ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. ഇതിലടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങള് പ്രവാചക പത്നിമാർക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത്. യഥാർത്ഥത്തിൽ അവരാണ് ഇസ്ലാമിക സമൂഹത്തിലെ ഏറ്റവും ഉത്തമ മാതൃകകളായിട്ട് അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത്. അവരെ ഏറ്റവും നല്ല സ്വഭാവമുള്ള, ഏറ്റവും നല്ല മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകളായി സമൂഹത്തിന് മാതൃകകളായി നിശ്ചയിക്കുമ്പോൾ ആ നിലക്ക് അവർ ഉയർന്നു വരുന്നതോടുകൂടി അതിന്റെ ഒരു ഇമ്പാക്റ്റ് കാലങ്ങളോളം സമൂഹത്തിൽ നിലനിൽക്കും. ഇസ്ലാമിക സമൂഹത്തിലെ പിന്നീടുള്ള തലമുറകളിൽ വരെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായ മാതൃകകളായിട്ടാണ് ഈ പ്രവാചക പത്നിമാര് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശങ്ങൾ പ്രവാചക പത്നിമാരെ വ്യക്തിപരമായി നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നതാണെങ്കിലും അതിലടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങള് എല്ലാ വിശ്വാസിനികളെയും സംബന്ധിച്ചിടത്തോളം ബാധകമായതാണ് എന്നതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 32 ആയത്ത് മുതൽ 34 വരെയുള്ള ആയത്തുകളില് ഇസ്ലാമിലെ പർദ വിധികൾ, ഹിജാബ് സംബന്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വരികയാണ്. അതിന്റെ തുടക്കമാണ് ഇന്ന് നമ്മൾ വായിച്ച അവസാനത്തെ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോ സംസാരത്തില്, പെരുമാറ്റത്തില്, സമൂഹവുമായി ഇടപഴകുന്ന ഘട്ടങ്ങളില് പാലിക്കപ്പെടേണ്ട മര്യാദകൾ അതേറ്റവും മാതൃകാപരമായിട്ട് നിർവഹിക്കേണ്ടത് പ്രവാചക പത്നിമാരാണ്. അവരുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണ് വിശ്വാസിനികൾ ഓരോരുത്തരും തന്നെ അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടത് എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു പുരുഷനാണ്. പുരുഷൻ എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ പ്രവാചകന് മാതൃക കാണിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പത്നിമാർക്കും പുത്രിമാർക്കും പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ സമൂഹത്തിന് മാതൃകകളായിട്ട് നിർത്തുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നത് ഈ ആയത്തുകളുടെ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ സാധാരണ സ്ത്രീകളെ പോലെയല്ല എന്ന് പറയുന്നതിന്റെ ആശയപരമായ സൂചന വ്യക്തമാണ്. അവർക്ക് അള്ളാഹു, പ്രവാചക പത്നിമാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഉയർന്ന പദവിയും ആ പദവി കാരണമായിട്ട് അവരിൽ വന്നു ചേരുന്ന വളരെ ഉയർന്ന ഉത്തരവാദിത്വവുമാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട്
തങ്ങൾ സാധാരണ പെണ്ണുങ്ങളെ പോലെയാണ് എന്ന് കരുതി സ്വഭാവപരമായിട്ടോ പെരുമാറ്റത്തിലോ പ്രവർത്തനങ്ങളിലോ ഒക്കെ തന്നെ ഒരു ഉത്തരവാദിത്തരാഹിത്യം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടാ എന്നതാണ് അതിന്റെ സൂചന. അതുപോലെ ഇതിന്റെ തുടർച്ചയായിട്ട് ബാക്കിയുള്ള പർദ്ദാവിധികള്, അതുപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ മര്യാദകള് സമൂഹത്തിലും വീടുകളിലും അതുപോലെ പൊതു ഇടങ്ങളിലും ഒക്കെ അവർ പാലിക്കേണ്ട മര്യാദകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് സൂറത്ത് നൂറില് 31-ാമത്തെ ആയത്തിലൊക്കെ തന്നെ കാണാൻ സാധിക്കും. അവിടെ സ്ത്രീകളുടെ നടത്തത്തെ കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നത് വലാ യദ്രിബ്ന ബി അർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന, അവരുടെ സൗന്ദര്യത്തിൽ നിന്ന് അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള മറച്ചു വെച്ചിട്ടുള്ള സംഗതികളിലേക്ക് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ ഒച്ചയുണ്ടാക്കി അവര് നടക്കരുത്. നടത്തം അങ്ങനെ ഓരോരോ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലുള്ള നടത്തമാകരുത് എന്നത് അവിടെ നിർദ്ദേശിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തില് സൂറത്തുൽ നൂറിലും സൂറത്തുൽ അഹ്സാബിലും ഒക്കെ നൽകപ്പെട്ടിട്ടുള്ള ഇത്തരം നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തില് ഇസ്ലാമിക പണ്ഡിതന്മാര് സമൂഹത്തിൽ നിലവിലുള്ള പല രീതികളെയും ശീലങ്ങളെയും ഒക്കെ വിലയിരുത്തുന്നുണ്ട്. ആഭരണങ്ങൾ ഇപ്പോ കിലുക്കമുണ്ടാകുന്ന തരം പാദസരങ്ങൾ അണിഞ്ഞ് നടക്കുന്നത്, അതുപോലെ നൃത്തം ചെയ്യുന്നത്, പാട്ടുപാടുന്നത്, ആടിക്കുഴയുന്നത്, ഇപ്പോഴത്തെ നമ്മുടെ പുതിയ തലമുറക്ക് പരിചയമുള്ള ഒരുപാട് രീതികൾ പലതും സ്ത്രീകളൊക്കെ വിശേഷിച്ചും ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അപ്പോ ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ വെച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നത് തീരുമാനിക്കാൻ. അപ്പോ ചില അടിസ്ഥാന തത്വങ്ങൾ ഇവിടെ പഠിപ്പിക്കപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ നിലനിൽക്കുന്ന പല സമ്പ്രദായങ്ങള്, രീതികള്, കലാരൂപങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ എന്തൊക്കെ ആവാം, എന്തൊക്കെ ആയിക്കൂടാ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് എന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.